കാഞ്ഞൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയുടെ 1025 വർഷ ജൂബിലി ഇന്ന് ഈ ദേവാലയത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അടുത്ത ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സ്ഥാപനത്തിൻ്റെയോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഒരു ഇടവകയുടെയോ 1000-ാമത്തെ വർഷം, സഹസ്രാബ്ദം അല്ലെങ്കിൽ 1000-ൽ കൂടുതൽ വർഷങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു നിർണായക ഘട്ടമാണ്. ഒരുപക്ഷെ ഇന്ന് 1025 വർഷ ജൂബിലി ഉദ്ഘാടനം ചെയ്യുമ്പോൾ 1050 വർഷമോ 1100 വർഷമോ ജൂബിലി കൊണ്ടാടുമ്പോൾ അതിൽ ഭാഗഭാക്കാകാൻ ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇളം തലമുറ ചിലപ്പോൾ അതിലേക്ക് എത്തിയെന്ന് വരാം. മുതിർന്ന തലമുറ എന്തായാലും അപ്പോഴേക്കും കാലയവനയിൽ മറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് ഇത് കാഞ്ഞൂർ ഇടവകയെ സംബന്ധിച്ചിടത്തോളം, ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ഘട്ടമാണ്, ഒരു ചരിത്ര മുഹൂർത്തമാണ്, ഒരു മൈൽ സ്റ്റോണാണ്. ഏകദേശം 1000-ലധികം വർഷങ്ങൾ ഈ കാഞ്ഞൂർ പ്രദേശത്ത് ഒരു ക്രൈസ്തവ സമൂഹം നിലനിന്നിരുന്നു. അത് വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ബഹുമുഖ തലങ്ങളിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിൽ മാത്രമല്ല, ആത്മീയ രംഗത്ത് മാത്രമല്ല, സാമൂഹ്യ പ്രതിബദ്ധതയിലും അതുപോലെ തന്നെ നാടിന്റെ നാനാവിധത്തിലുള്ള ഉയർച്ചയിലും പുരോഗതിയിലും ഏറെ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ക്രൈസ്തവ ജനസമൂഹം, അതും വളരെ മതസൗഹാർദ്ദത്തിന് പേരുകേട്ട ഒരു ഇടമാണ് കാഞ്ഞൂർ. മറ്റു മതസമൂഹങ്ങളുമായി കൈകോർത്ത് പിടിച്ച് മനുഷ്യരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും മനുഷ്യത്വത്തിലേക്ക് എല്ലാവരെ നയിക്കാനും ഉയർത്താനും ഉള്ള ഒരു പ്രതിബദ്ധത കാഞ്ഞൂർ ഇടവക അംഗങ്ങൾക്കുണ്ട്. അത് എല്ലാവരെയും ഒന്ന് അറിയിക്കാൻ ഈ ജൂബിലി വർഷാചരണം തീർച്ചയായിട്ടും സഹായകമായി തീരുമെന്നുള്ളൊരു സംശയമൊന്നും വേണ്ട. 101 പേരുടെ ഒരു ജൂബിലി ആഘോഷ കമ്മിറ്റി ഈ ഇടവകയുടെ നാനാവിധത്തിലുള്ള ഭാഗവാക്കുകളാവുന്ന പല പ്രസ്ഥാനങ്ങളിലൂടെ പ്രവർത്തിക്കുന്നവരുടെ നേതൃനിരയിൽ ഉള്ളവരെ 101 പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജൂബിലി ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലും നേതൃത്വത്തിലുമായിരിക്കും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷ പരിപാടികൾ. അതിന്റെ സമാപനം നമ്മളൊന്നും ഭാവന ചെയ്യാത്ത അത്ര വിപുലമായും പ്രൗഢോജ്വലമായും നിർവഹിക്കണമെന്നുള്ള ആഗ്രഹം ഞങ്ങളുടെ കമ്മിറ്റി അംഗങ്ങൾക്ക് എല്ലാവർക്കും തന്നെയുണ്ട്. പല പരിപാടികൾ ഇതിനിടയിൽ നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും. അതിലൊന്ന് വിശ്വാസ സംബന്ധമായും ആത്മീയമായും ഒരു ഉണർവ് ഇടവക സമൂഹത്തിനും ഇവിടെ വന്നു പോകുന്ന തീർത്ഥാടകർക്കും ലഭിക്കാവുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണമാണ്. ഈ ദേവാലയം പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലാണ്, സെന്റ് മേരീസ് ഫൊറോന പള്ളിയാണ്. ഇവിടുത്തെ പ്രധാന പ്രത്യക്ഷം വിശുദ്ധ സെബസ്ത്യാനോസിന്റേതുമാണ്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ അമ്മയുടെയും തിരുസ്വരൂപങ്ങൾ ഉൾക്കൊള്ളുന്ന 6 രൂപക്കൂടുകൾ ഈ ഇടവകയെ 6 വിഭാഗങ്ങളായി, മേഖലകളായി തിരിച്ച് ഓരോ വീട്ടിലും ഒരു ദിവസം വീതം ആ തിരുസ്വരൂപങ്ങൾക്ക് ആതിഥ്യമരുളുന്ന ഒരു തിരുസ്വരൂപ പ്രയാണം ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അടുത്ത 2 മാസങ്ങൾ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെയേറിയ തിരക്കേറിയ മാസങ്ങളും സെബസ്ത്യാനോസിന്റെ തിരുനാൾ കൊണ്ടാടുന്ന സമയമാണ് ജനുവരി മാസം. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫെബ്രുവരി ആദ്യം തന്നെ ജൂബിലി പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ്. 10 മാസം കൊണ്ട് പൂർത്തിയാകാവുന്ന രീതിയിൽ ഏകദേശം 300ഓളം ദിവസങ്ങൾ 6 മേഖലകളിലായി ഒരേ സമയത്ത് തന്നെ 6 വീടുകളിൽ ഈ തിരുസ്വരൂപ പ്രയാണം മുന്നോട്ട് പോകും. അതിന്റെ സമാപനം വളരെ ഭംഗിയായി പ്രൗഢോജ്വലമായി നടത്താനുള്ള തീരുമാനത്തിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. മാത്രമല്ല, മറ്റു പല പ്രവർത്തനങ്ങളും ഇതിനിടയിൽ കാഴ്ചവെക്കാൻ പറ്റും. ദമ്പതി സംഗമം, യുവജന സംഗമം 4 മാസം മുമ്പ് കൂടെ നടത്തിയതാണ്. അതെല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയ ഒരു പ്രോഗ്രാമായിരുന്നു. അതിനെയും അടുത്തൊരു വർഷത്തിനിടയിൽ ഒന്നുകൂടി ഭാവന ചെയ്ത് വളരെ കാര്യക്ഷമമായി നടത്താനായിട്ടുള്ള ആഗ്രഹം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ സമർപ്പിത സംഗമം, ദമ്പതി കൂട്ടായ്മ, വയോജന കൂട്ടായ്മ, സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഏറ്റെടുത്ത് നടത്താവുന്ന പ്രവർത്തനങ്ങൾ, ഇങ്ങനെയെല്ലാം ഭാവനയിലുണ്ട്. ഏകദേശം ഒരു 20ഓളം പരിപാടികൾ
കമ്മിറ്റിയുടെ മുമ്പാകെ ഞാൻ അവതരിപ്പിച്ചു. അതിൽ മിക്കവാറും ബഹുഭൂരിഭാഗവും ഞങ്ങൾ ഈ ഒരു വർഷത്തിനിടയിൽ നിറവേറ്റും. പുതിയ പദ്ധതികൾ ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ ഉദയം ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ നിർദ്ദേശിക്കാവുന്ന നല്ല പരിപാടികൾ, നല്ലതെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന പരിപാടികൾ ഇനിയും ഏറ്റെടുത്ത് നടത്താൻ ഈ ഒരു വർഷം കൊണ്ട് ഞങ്ങൾക്ക് സാധിക്കും. മാത്രമല്ല, കുറേയേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ വർഷത്തെ ഞങ്ങളുടെ തനതായ സമ്പത്തായി ഞങ്ങൾ അർപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇതിനകം തന്നെ കഴിഞ്ഞ ഒരു വർഷത്തോളമായി 4 ഭവനങ്ങൾ പൂർണ്ണമായും താമസയോഗ്യമായി താക്കോല് ഏൽപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജൂബിലി ഉദ്ഘാടനം ചെയ്ത് 1-2 ആഴ്ചയ്ക്കകം തന്നെ 4 ഭവനങ്ങൾക്ക് പൂർണ്ണമായും 3.5 സെന്റോളം സ്ഥലവും എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയുള്ള ഭവനവും പണി പൂർത്തിയാക്കി താക്കോല് ഞങ്ങൾ കൈമാറുന്നതാണ്. ആ 4 കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളൊരു സംശയമൊന്നുമില്ല. ഇതിനോട് ബന്ധപ്പെട്ടാണ് ഇടവകയിൽ നവീകരണ പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ഉദ്ദേശിക്കുക. പാരിഷ് ഹാള് വർഷങ്ങളായി നമ്മൾ ആധുനിക രീതിയിലല്ല നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന 25ലധികം വർഷങ്ങൾ പഴക്കമുള്ള പാരിഷ് ഹാളിന്റെ വിപുലീകരണവും നവീകരണവും പൂർണ്ണമായും AC ആക്കിയും നോൺ AC ആയിട്ട് ഉപയോഗിക്കാവുന്ന തരത്തിലും കുറച്ചുകൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തിയും ഇവിടെ വന്നു പോകുന്ന സകല ആളുകൾക്കും ഈ ഇടവക അംഗങ്ങൾക്കും ചുറ്റുപാടുമുള്ളവർക്കും ഒക്കെ ഓരോരോ വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പാകത്തിൽ പര്യാപ്തമായ സൗകര്യപ്രദമായ പാരിഷ് ഹാൾ നിർമ്മാണം ഇതിന്റെ ഇടയിലുണ്ട്. ഏകദേശം 10,000-ഓളം സ്ക്വയർ ഫീറ്റ് പുതിയതായി കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. നിലവിലുള്ള ഹാള് ആധുനിക സംവിധാനങ്ങളോടെ പുനർനിർമ്മിക്കാനും കൂടി ഉദ്ദേശിക്കുന്നു. ഷീറ്റ് ഇറക്കി, പുതിയ ഷീറ്റ് മേഞ്ഞ് സീലിംഗ് കുറച്ചുകൂടി ഇറക്കി AC ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കങ്ങളും നടക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് AC ആയിട്ട് നോൺ AC ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ പാരിഷ് ഹാളിൽ ഉണ്ടാകും. നമ്മുടെ പള്ളിയുടെ മുൻവശത്ത് ഒരുപാട് വർഷങ്ങൾ ചെന്ന ഒരു പഴയ കൊടിമരം ഉണ്ടായിരുന്നു. ആ കൊടിമരത്തിന്റെ സ്ഥാനത്ത് ഇപ്പോൾ പുതിയൊരു കൊടിമരം ഇതിനകം നിർമ്മിക്കപ്പെട്ടു. ഇനി അതിന്റെ ചുവട് മാത്രം ഒന്ന് ഭംഗി ആക്കാനുള്ള കർമ്മങ്ങളെ ബാക്കിയുള്ളൂ. അതും താമസിയാതെ 1-2 ആഴ്ചയ്ക്കകം പൂർത്തിയാകും. ഇടവക തിരുനാൾ ഡിസംബർ 8-ന് കൊണ്ടാടുമ്പോൾ അതിന്റെ കൊടിയേറ്റത്തോടനുബന്ധിച്ചോ അല്ലെങ്കിൽ ഏറ്റവും അനുകൂലമായ ദിവസമോ ആ കൊടിമരത്തിന്റെ ആശീർവാദവും അതിന്റെ ഉദ്ഘാടനവും നിർവഹിക്കപ്പെടും. അങ്ങനെ പല നിർമ്മാണ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ മനുഷ്യരുടെ വിശ്വാസാധിഷ്ഠിതമായതും ആത്മീയമായ പുരോഗതി കൈവരിക്കാവുന്നതുമായ രീതിയിലുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കുവാൻ ജൂബിലി ആഘോഷ കമ്മിറ്റി 101 കമ്മിറ്റി അതിനുവേണ്ടി പ്രതിജ്ഞാബദ്ധമാണ്. അവരുടെ മനസ്സിൽ പലതുമൊക്കെ ചാർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വർഷം ഈ കാഞ്ഞൂർ ഇടവകയെ സംബന്ധിച്ചിടത്തോളം, കാഞ്ഞൂർ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു മുന്നേറ്റമായിരിക്കും, ഒരു ചരിത്ര മുഹൂർത്തമായിരിക്കും. അതിന്റെ സമാപനം ഏത് ലെവലിലേക്ക് വരെ എത്തിക്കണമെന്നുള്ളതിന്റെ വിശദമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രൗഢോജ്വലമായി അത് നിർവഹിക്കുവാനുള്ള ഞങ്ങളുടെ ഇടവക അംഗങ്ങളുടെ ആഗ്രഹം ഇതിനിടയിൽ അടിസ്ഥാനമായി നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് കാഞ്ഞൂർ ഇടവകയെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ വന്നു പോകുന്ന സകല തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഈ 1025-ാം വർഷ ജൂബിലി അത് എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പ്രോഗ്രാമായിട്ട് മാറ്റണം എന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. അതിന് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ദൈവം ഇതുവരെ നമ്മൾ വഴി നടത്തി, അതിന് നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരാണ്. കാലാകാലങ്ങളിൽ ഈ ഇടവക സമൂഹത്തെയും കാഞ്ഞൂർ പ്രദേശത്തെയും നയിക്കുന്നതിന് ആത്മീയമായും സാമൂഹികമായും ഒട്ടേറെ പേര് അവരുടെ ജീവിതം അതിനുവേണ്ടി സമർപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അവരോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഇനിയും ദൈവത്തിന്റെ പരിപാലനയിൽ ഈ ഇടവക സമൂഹം നാടിന് തിലകക്കുറിയായി നന്മയുടെ ഒരു പര്യായമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജൂബിലി വർഷ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്തൊരു വർഷം മുഴുവനും ജൂബിലി വർഷമായി ആചരിക്കുവാനുള്ള ഞങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. കാഞ്ഞൂർ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിന്റെ 1025-ാം ആണ്ട് ജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് കാഞ്ഞൂർ സെന്റ് മേരീസ് ദേവാലയത്തിൽ വെച്ച് തുടക്കമായി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ഇടവകയിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 101 അംഗ കമ്മിറ്റിയുടെ പൂർണ്ണ
സഹകരണത്തോടുകൂടി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ബൃഹത് പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. നിരവധി പ്രവർത്തനങ്ങൾ ഈ ഒരു വർഷക്കാലം 101 അംഗ കമ്മിറ്റിയുടെ ഒപ്പം ഇടവക സമൂഹം ഒന്നുചേർന്ന് ആഘോഷിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളും അതിനോടനുബന്ധിച്ച് പലവിധ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ കാഞ്ഞൂർ ഫൊറോന ദേവാലയത്തിൻ്റെ 1025-ാം ആണ്ട് ആഘോഷത്തിന് ഈ ഇടവകയിലെ എല്ലാ ജനങ്ങളും, കാഞ്ഞൂരിലെ നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു.